ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആണ്. എങ്ങനെ നമുക്കൊരു ഇൻട്രോ വീഡിയോ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനൊരു ഇൻട്രോ കാണിച്ചു തരാം. ആദ്യം നിങ്ങളത് പോയിന്ന് കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചെറിയൊരു വീഡിയോ കണ്ടില്ലേ, ഇങ്ങനെ ഇതേമാതിരി ഇൻട്രോ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വീഡിയോയിട്ട് പോകാം. അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ഫോട്ടോസ് എടുക്കാം. അതിനു മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുക്കണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് എഴുതുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണാനാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ ഒന്ന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഉള്ള ആൾ കുഴപ്പമില്ല, ജസ്റ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് എന്താണോ ഇൻട്രോയിൽ വേണ്ടത് എന്ന് ടെക്സ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് എൻ്റെ യൂട്യൂബ് ചാനലിൽ നെയിം ടെക്സ്റ്റ് ചെയ്യുന്നു, ടിപ്സ് ആൻഡ് ട്രിക്സ് ബൈ L7. എന്നിട്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ടിക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ലെറ്റർ ഒരു വൈറ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് മാറ്റി ബ്ലാക്ക് ആക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കാണാം പലതരം ഫോണ്ടുകൾ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ട് സെലക്ട് ചെയ്യേണ്ടതാണ്. ഞാൻ ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ആ സ്ട്രോക്ക് പോയി കണ്ട് അതിൻ്റെ തിക്നെസ് ഒന്ന് കൂട്ടാം. തിക്നെസ് കൂട്ടുന്നതുകൊണ്ട് നമുക്കൊരു 3D എഫക്റ്റ് കിട്ടും. ഈ 3D എഫക്റ്റ് കിട്ടാൻ വേറൊരു മാർഗ്ഗം കൂടിയുണ്ട്. നമുക്ക് തിക്നെസ്സിൻ്റെ കളർ നമുക്ക് റെഡ് ഏത് വേണമെങ്കിലും ജസ്റ്റ് ഇഷ്ടമുള്ള കളറാക്കാം. ഞാൻ ജസ്റ്റ് റെഡ് കൊടുക്കുന്നു. അതിന് ശേഷം നമ്മൾ ഡണ്ണ് കൊടുക്കുന്നു. ഡണ്ണ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷേഡോ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ ബ്ലർ ജസ്റ്റ് ഒന്ന് കൂട്ടാം, കപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കൂട്ടാം. അതിലൂടെ നമുക്ക് എന്താണ് ഉപകാരം എന്ന് വെച്ചാൽ ഒന്നുകൂടി 3D ആയി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒക്കെ സെലക്ട് ഒക്കെ ഡ്രാഗ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫോട്ടോ, അതായത് ഈ ഫോണ്ട് നമ്മളൊന്ന് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ആ കത്രിക ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യേണ്ട ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ ബട്ടൺ കൊടുക്കുക. അതായത് ആ ഏരോ മാർക്ക് കൊടുക്കുക. ആ ഏരോ മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കുറച്ച് ഭാഗങ്ങളൊക്കെ പുറത്തേക്ക് തള്ളി നിന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കിയാണ്ട് നമ്മൾ ചെയ്യേണ്ടത് സേവ് എന്ന ബട്ടൺ കൊടുക്കണം. ജസ്റ്റ് ഒന്ന് റെഡിയാക്കി സേവ് ബട്ടൺ കൊടുത്താൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടി തയ്യാറാക്കിയത് അത്ര പെർഫെക്ഷൻ ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പുറം ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്നത് നമ്മൾ പ്രശ്നമാക്കേണ്ടതില്ല, കാരണം നമ്മളത് ബാക്ക്ഗ്രൗണ്ടിൽ പിക്ചർ ആയിട്ട് ചെയ്യുമ്പോൾ അത് വല്ലാതെ കാണുന്നതല്ല. വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൈൻമാസ്റ്റർ പ്രോ ഓപ്പൺ ചെയ്യുക. കൈൻമാസ്റ്റർ പ്രോ എങ്ങനെ ഇൻസ്റ്റാൾ ആക്കേണ്ട വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ കാണേണ്ടതാണ്. കാരണം കൈൻമാസ്റ്റർ പ്രോയിൽ മാത്രമേ ഈ വിദ്യ വർക്ക് ചെയ്യുള്ളൂ. കാരണം കൈൻമാസ്റ്റർ പ്രോയിൽ നല്ല പെയ്ഡ് ആയിട്ടുള്ള അടിപൊളി ഫീച്ചേഴ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ബട്ട് ഇത് ഈ കൈൻമാസ്റ്ററിലാണെങ്കിൽ അത് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൈൻമാസ്റ്റർ പ്രോ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നത്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീഡിയ എന്ന ഭാഗത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുക. മീഡിയ എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എന്തായാലും വീഡിയോയിലോട്ട് ഇടണം. അതിനുവേണ്ടി നമ്മളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് വീഡിയോയിലോട്ട് ഇടണം. അതിന് വേണ്ടി ഏറ്റവും മേലെ സ്വൈപ്പ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വൈറ്റ് കളർ എടുക്കുക. വൈറ്റ് കളർ എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് വൈറ്റ് കളറിനെ ഡ്രാഗ് ചെയ്ത് കണ്ട് നമ്മൾ ജസ്റ്റ് ഒരു 9 സെക്കൻഡ് 8 സെക്കൻഡ് ആക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ലെയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ പിക്സാർട്ടിൽ എഡിറ്റ് ചെയ്ത് വെച്ച ആ ഫോണ്ട് നമ്മൾ ഇതിലോട്ട് സെലക്ട് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ പിക്സാർട്ടിൽ എഡിറ്റ് ചെയ്ത് വെച്ച ആ ഫയൽ തിരഞ്ഞ് കിട്ടിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് അതൊന്ന് ഇതിലോട്ട് ഇടുന്നു. എന്നിട്ട് ഡ്രാഗ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ആ നേരത്തെ വെച്ച ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫോട്ടോൻ്റെ ഒപ്പം എത്തിക്കുന്നു. അതിനുശേഷം നമ്മൾ ഡണ്ണ് കൊടുക്കുന്നു. ഡണ്ണ് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും ലെയറിൽ പോകുക. ലെയറിൽ പോയി ഞാനൊരു വീഡിയോൻ്റെ ലിങ്ക് തരാം. ആ വീഡിയോ നിർബന്ധമായി ഡൗൺലോഡ് ആക്കണം, എന്നാലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ വീഡിയോ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോൻ്റെ എഡിറ്റിങ്ങിൽ കൊണ്ടുവരിക. എന്നിട്ട് സ്ക്രീനിൽ മൊത്തം അത് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണിച്ചു തരാം. ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു എഫക്റ്റ് അതിൽ ചെയ്യേണ്ടതുണ്ട്. ആ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓക്കെ ബട്ടൺ കൊടുക്കുക. ഓക്കെ ബട്ടൺ കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് പ്ലേ ചെയ്ത് വെക്കുക. പ്ലേ ചെയ്യുമ്പോൾ ഒരു അടിപൊളി എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് വെച്ച ടെക്സ്റ്റ് എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണുന്ന പോലെ ചെയ്യുക. ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ
ആ ടെക്സ്റ്റ് ആനിമേഷനിലോട്ട് വരുമ്പോഴുള്ള എഫക്റ്റ് മാറ്റാനാണ്. ഇപ്പോൾ ഞാനെടുത്തത് പോകുമ്പോഴുള്ള എഫക്റ്റും നേരത്തെ ഞാനെടുത്ത് വരുമ്പോഴുള്ള എഫക്റ്റും അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓക്കെ ബട്ടൺ കൊടുക്കുക. ഓക്കെ ബട്ടൺ കൊടുത്തതിന് ശേഷം നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളി എഫക്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ എഡിറ്റ് ചെയ്ത വീഡിയോ. ഇനി നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് ആഡ് ചെയ്യണം. മ്യൂസിക് ആഡ് ചെയ്യാൻ മ്യൂസിക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഏതെങ്കിലും ഒരു മ്യൂസിക് സെലക്ട് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മ്യൂസിക് എടുത്തു. ജസ്റ്റ് പ്ലസ് ബട്ടണിലേക്ക് സെലക്ട് ആയതിനു ശേഷം നമ്മൾ ആ മ്യൂസിക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു എഫക്റ്റാണ് സാധിക്കുന്നത്. ഈ മ്യൂസിക്കിൻ്റെ സൗണ്ട് നമുക്ക് എന്തായാലും കേൾക്കാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ ഈ വോയിസ് പറയുന്നിടത്ത് ആ മ്യൂസിക്കിൻ്റെ സൗണ്ടിൽ നിന്ന് എൻ്റെ മ്യൂസിക് കേൾക്കാൻ പറ്റില്ല. അതായത് എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റില്ല, മ്യൂസിക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ ജസ്റ്റ് ആ മ്യൂസിക് ഒന്ന് എവിടെ മ്യൂസിക്കിൻ്റെ തുടക്കം എവിടെ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു എഫക്റ്റാണ്. ഞങ്ങൾക്ക് പ്ലേ ചെയ്ത് ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ പ്ലേ ചെയ്തപ്പോഴുള്ള വീഡിയോ. ഒരു അടിപൊളി വീഡിയോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാം. ആനിമേഷന് പലതും കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്ത് ഇതേ ഒരു ആനിമേഷൻ ആണെന്നുള്ളൂ. എന്തായാലും ഈ വീഡിയോ ഞങ്ങൾക്ക് ആ തീൻ്റെ എല്ലാം ഒരു വീഡിയോ ഉണ്ട്, ഇതിൻ്റെ ലിങ്ക് തരാം. വീഡിയോ എന്തായാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്താലേ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഷെയർ എന്നുള്ള ഒരു ബട്ടണിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഏത് ക്വാളിറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്തതാണ്. ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ചാനലിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി ഒരു പുതിയൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ. ഇറ്റ്സ് മീ നിമൽ സൈനിങ് ഔട്ട്.